ഇതിനെ മാനേജ് ചെയ്യുന്ന ഒരു ഡാഷ്ബോർഡ് ഓൾറെഡി ജാങ്കോ ഉണ്ടെന്ന് പറഞ്ഞു. അതെവിടെ? അതേതായാലും അവിടെ നിൽക്കട്ടെ. നമുക്ക് അതൊരു ഡാഷ്ബോർഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ഡാഷ്ബോർഡിലോട്ട് ലോഗിൻ ചെയ്യാൻ അറിയണ്ട. ആ ഡാഷ്ബോർഡ് എവിടെയാണെന്ന് ആദ്യം നോക്കാം. ഫൈൻ. ഇവിടെ എന്തൊക്കെയോ കച്ചറ കാണിച്ചിരിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പൈ manage.py റൺ സെർവർ അടിച്ചു കഴിഞ്ഞാൽ ഐ ഹോപ്പ് എവറിത്തിങ് വിൽ റൺ ഫൈൻ. So I'm going to open localhost.8000. We have got our first page. So already നമുക്ക് എന്തുണ്ട് ഇവിടെ urs.py എന്ന് പറഞ്ഞ ഫയൽ ഉണ്ട്. ആ ഫയലിനകത്ത് /admin എന്ന് പറയുന്ന ഒരു URL-നകത്ത് അഡ്മിൻ്റെ URLs ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. So we can go to that. We already have an admin panel, but ഇവിടെ കയറാൻ ഒരു യൂസർ നെയിം പാസ്വേഡും വേണം. How can we access that? ./manner.py അല്ലെങ്കിൽ പൈത്തൺ manner.py. ഇത് നമ്മുടെ അസിസ്റ്റന്റ് ആണെന്നല്ലേ പറഞ്ഞു. ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കണ്ട നമുക്ക്. Just put an enter there. All the available possible commands ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. വെറുതെ പൈത്തൺ manner.py എന്ന് അടിച്ചു കഴിഞ്ഞാൽ സബ് കമാൻഡ്സ് ഏതൊക്കെ ഉണ്ട്? ചേഞ്ച് പാസ്വേഡ്, ക്രിയേറ്റ് സൂപ്പർ യൂസർ. ക്രിയേറ്റ് സൂപ്പർ യൂസർ. നമുക്ക് എന്താ വേണ്ടിയത്? ഒരു സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം. സോ വി ഹാവ് എ കറസ്പോണ്ടിങ് കമാൻഡ് ദർ. ഇവരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ കമാൻഡ്സ് കാണും. അതൊരു കമാൻഡാണ് റൺ സെർവർ എന്ന് പറയുന്നത്. വി ഹാവ് എ ലോട്ട്. ഇതിനകത്ത് എവിടെയെങ്കിലൊക്കെ നമ്മുടെ സ്റ്റാർട്ടപ്പ്, സ്റ്റാർട്ട് പ്രൊജക്റ്റ്, പിന്നെ നമ്മുടെ manner.py മൈഗ്രേറ്റ് ഒക്കെ ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണേണ്ടതാണ്. മൈഗ്രേറ്റ്, മേക്ക് മൈഗ്രേഷൻസ്, ഷോ മൈഗ്രേഷൻസ്, എവറിത്തിങ് ഇസ് ദർ. സോ വി ക്യാൻ, എനിക്ക് തോന്നുന്നു കുറച്ച് സാധനങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഫൈൻ. So we already have a command python manner.py create super user. Let's check. Okay. നമുക്കൊരു സൂപ്പർ യൂസറിനെ റൺ ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ് python manner.py create super user. So we can have a username here, admin at എവിടെയാണ്? artsmgt.com. ഫൈൻ. ഒരു പാസ്വേഡ് ആണ്. ഫോർ സിംപ്ലിസിറ്റി ഐ എം ടൈപ്പിംഗ് PA or else ASDF1234. എൻ്റെ ഡിഫോൾട്ട് ഡെവലപ്മെൻറ്റ് ടൈമിനുള്ള പാസ്വേഡാണ്. ഇതൊന്നും ഒരിക്കലും പ്രൊഡക്ഷൻ ഇടരുത് കേട്ടോ. കാരണം ഇത്ര സിമ്പിളായിട്ടുള്ള പാസ്വേഡൊക്കെ ആർക്ക് വേണമെന്നാൽ ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ആയതുകൊണ്ടാണ്. എനിവേ ജാങ്കോ ഒരു ഫീച്ചർ ചെയ്യുന്നുണ്ട്. കോമൺ പാസ്വേഡും അതുപോലെ തന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ജാങ്കോ ചെക്ക് ചെയ്യുന്നുണ്ട്. ബൈപ്പാസ് ദ പാസ്വേഡ് വാലിഡേഷൻ ആൻഡ് ക്രിയേറ്റ് യൂസർ എനിവേ. ഓക്കെ. അപ്പോൾ പാസ്വേഡ് വാലിഡേഷൻ ബൈപ്പാസ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിൾ പാസ്വേഡ് ഒന്നും ഇടാൻ ബൈ ഡിഫോൾട്ട് ജാങ്കോ സമ്മതിക്കില്ല. സംഹൗ ജാങ്കോ ഹാഡ് ക്രിയേറ്റഡ് എ സൂപ്പർ യൂസർ സക്സസ്ഫുള്ളി. ഓക്കെ. ഒരു ടിപ്പ് ഞാൻ പറയാം. എവിടെയാണ് ഈ വാലിഡേഷൻസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്? സെറ്റിംഗ്സ് വാലിനകത്ത് നമ്മൾ ഓടിച്ചിട്ട് നോക്കിയപ്പം ഓത്ത് പാസ്വേഡ് വാലിഡേറ്റേഴ്സ് എന്നൊരു സാധനം കണ്ടായിരുന്നു. യു ഹാവ് എ ലിസ്റ്റ് ഓഫ് ദാറ്റ്. യൂസർ അട്രിബ്യൂട്ട് സിമിലാരിറ്റി വാലിഡേറ്റർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ നെയിമിനോട് സംബന്ധിച്ച് സിമിലർ ആയിട്ടുള്ള, ഇപ്പം ഞാൻ പറഞ്ഞു നിമിഷ NIMI 2005 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ദേ വോണ്ട് അലൗ, ബിക്കോസ് അത് സേഫ് പാസ്വേഡ് അല്ല. അത് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ് ആണ്. മിനിമം ലെങ്ത് വാലിഡേറ്റർ, മിനിമം 8 ലെങ്തെങ്കിലും വേണം ഒരു പാസ്വേഡിന്. അത് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ് ആണ്. കോമൺ പാസ്വേഡ് വാലിഡേറ്റർ, കോമൺ ആയിട്ടുള്ള പാസ്വേഡ്, അതായത് പാസ്വേഡ് ASDF1234 അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. അത് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ് ആണ്. ന്യൂമറിക് പാസ്വേഡ് വാലിഡേറ്റർ മസ്റ്റ് ആയിട്ടൊരു നമ്പർ വേണം. അത് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ് ആണ്. ബട്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ കൂടെ ഉണ്ടാക്കിയത് കൊണ്ടും അവർ നമ്മളോടൊരു കൺഫർമേഷൻ ചോദിച്ചു, ബൈപ്പാസ് ദ പാസ്വേഡ് വാലിഡേറ്റേഴ്സ്. നമ്മളത് യേസ് കൊടുത്തുകൊണ്ടാണ് ഇവർ ഈ പാസ്വേഡ് വാലിഡേറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഓറൽസ് നമ്മൾ സാധാരണ രീതിയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അവർ വാലിഡേറ്റ് ചെയ്യും. വി ഡോണ്ട് വാണ്ട് ടു വാലിഡേറ്റ് എനിത്തിങ്. ഓക്കെ. ഈ വാലിഡേഷൻസ് ഒന്നും നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ കമൻറ്റ് ഔട്ട് ദാറ്റ് ഫ്രം സെറ്റിംഗ്സ്. ഇപ്പം നമുക്ക് മിനിമം ഉള്ളത് 8 വേണം, വേറെ ഒന്നും വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ കമൻറ്റ് ഔട്ട് അതർ തിങ്സ്. അതുപോലെ നിങ്ങൾ ശരിക്കും ജാങ്കോ പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ യുവർ സെൽഫ് ക്രിയേറ്റ് ഇതുപോലത്തെ കൂടുതൽ പാസ്വേഡ്സ് നിങ്ങൾക്ക് വേണമെന്നാൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ മിനിമം ലെങ്ത് വാലിഡേറ്ററിലേക്ക് ബാക്കിയെല്ലാം കമൻറ്റ് ചെയ്തിട്ടാണ് തൽക്കാലത്തേക്ക്. എനിവേ വി ഹാവ് ക്രിയേറ്റഡ് എ യൂസർ named admin and password ASDF1234. We can check that. Admin ASDF1234 we check ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വാവ്,
അത്ര വലിയ അടിപൊളി ഡാഷ്ബോർഡ് ഒന്നുമില്ല, പക്ഷെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള അടിപൊളി നല്ലൊരു ഡാഷ്ബോർഡ് ജാങ്കോ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലെന്താ യൂസേഴ്സ്? ഓ, നമ്മൾ ഏത് യൂസർ, അതായത് യൂസേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള ടേബിൾ ഓൾറെഡി ഇതിനകത്തുണ്ട്. യൂസർ നെയിം, ഇമെയിൽ, ഫസ്റ്റ് നെയിം പാസ്വേഡ് ഒന്നും നമ്മളോട് ചോദിച്ചില്ല. ഓക്കെ ഓക്കെ പാസ്വേഡ് എന്താണ്? ഒരു കുറേ സാധനങ്ങൾ ഈ പാസ്വേഡ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, പാസ്വേഡ് ഒരിക്കലും റോ ആയിട്ട് ഇവർ സ്റ്റോർ ചെയ്യില്ല. ജാങ്കോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാഷ് ചെയ്യാം, സാൾട്ട് ചെയ്യുന്നുണ്ട്, ഇറ്ററേഷൻ. അതുപോലെ തന്നെ ഒരുപാട് പാസ്വേഡ് എന്താണ് മാക്സിമം എൻക്രിപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടാണ് ഇവർ പാസ്വേഡ് സ്റ്റോർ ചെയ്യുന്നത്. കാരണം ഒരാളുടെയൊക്കെ എല്ലാ ഒരു പാറ്റേൺ കിട്ടരുത്. നമുക്ക് എപ്പോഴും കമ്പ്യൂട്ടർ സയൻസിലുള്ള ഏറ്റവും വലിയ ചലഞ്ചസിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഒരു ഒരു ഗ്യാപ്പിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോബ്ലം ഏറ്റവും വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പൈത്തണിലാണെങ്കിൽ സിമ്പിൾ ഇമ്പോർട്ട് റാൻഡം അടിച്ചാൽ പോരെ. ആ റാൻഡം എന്ന് പറയുന്ന ഫംഗ്ഷൻ പൈത്തൺ എഴുതി വെച്ചിരിക്കുന്നതാണെങ്കിലും അങ്ങനെ റാൻഡം നമ്പർ കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. വി കെയർഫുള്ളി ഒബ്സർവ്, എന്താ പറയുന്നത്, ഈ റാൻഡം നമ്പർ ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക പാക്കേജസും കണ്ടാൽ റാൻഡം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പാറ്റേൺസ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ റാൻഡം എന്ന് വിശ്വസിക്കുന്നു. ഇഫ് സം ഹാക്കർ ഗോട്ട് ദാറ്റ് പാറ്റേൺ, ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഹാക്കർക്ക് ഈസിയാണ് എന്തൊരു കാര്യം അറ്റാക്ക് ചെയ്യാൻ. സോ പാസ്വേഡ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എൻക്രിപ്റ്റ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സംഭവ അഡ്മിൻ ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരാം. അഡ്മിൻ ഹാവ് എ ലിങ്ക് ഹിയർ, പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി, യൂസറിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഉണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ഗിവ് ദാറ്റ്. ഈസ് ആക്റ്റീവ്, ഞാൻ പറഞ്ഞൊരു ഫ്ലാഗ് കൂടെ ഉണ്ട്. സ്റ്റാഫ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഓഫ് ആക്കിയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആക്സസ് ദ ജാങ്കോ പാനൽ ബാക്ക്. ബിക്കോസ് ഈ ജാങ്കോ പാനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് സ്റ്റാറ്റസ് വേണം. സൂപ്പർ യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സൂപ്പർ യൂസർ പ്രിവിലേജ് ആണ്. ഓക്കെ, വി ഹാവ് സംതിങ് എൽസ്, ഗ്രൂപ്പ് ഇസ് ദെയർ, യൂസർ പെർമിഷൻസ് ഇസ് ദെയർ. അതൊക്കെ ഇപ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക് വിടാം. അതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സൂപ്പർ യൂസർ അല്ലാത്ത യൂസേഴ്സിന് സ്റ്റാഫ് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പെർമിഷൻസ് മാത്രമേ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. ഫൈൻ. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന പെർമിഷൻ എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ യൂസറിനെ കാണാമെന്നല്ലാതെ ഈ ഡാഷ്ബോർഡിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം ഇതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു യൂസറിനെ ആഡ് ചെയ്യാം, കാണാം, പക്ഷെ ചേഞ്ച് ചെയ്യാൻ പോലും അവർക്ക് പറ്റില്ല. ഇതിനുപകരം ഇങ്ങനൊരു പെർമിഷനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ യൂസറിനെ കാണാം, ചേഞ്ച് ചെയ്യാം, പുതിയതായിട്ട് ആഡ് ചെയ്യാനോ ഉള്ളതിനെ ഡിലീറ്റ് ചെയ്യാനോ വേറെ ഒരു ടേബിൾ കാണാനുള്ള പ്രിവിലേജ് കൂടി. ഓക്കെ, ഹൗ വി ക്യാൻ, എന്താ പറയുന്നത്, ഇത് ജാങ്കോ ഡാഷ്ബോർഡ് അതുപോലെ കസ്റ്റമൈസ് ചെയ്യാനുള്ള രീതിയിൽ അവർ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ലോഗിൻ ചെയ്ത ടൈമും ജോയിൻ ചെയ്ത ഡേറ്റും ഇതിനകത്ത് ഓൾറെഡി സ്റ്റോർഡ് ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവന്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇവന്റിനെ എങ്ങനെ നമുക്ക് ഡാഷ്ബോർഡ് കൊണ്ടുവരാൻ പറ്റും? I already have said admin.py ലാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഓൾറെഡി ഇവിടെ അഡ്മിൻ എന്ന് പറഞ്ഞൊരു പാക്കേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അഡ്മിൻ എന്ന് പറഞ്ഞൊരു സാധനം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. admin.site.register രജിസ്റ്റർ. അഡ്മിൻ്റെ സൈറ്റിനകത്ത് എന്ത് രജിസ്റ്റർ ചെയ്യുക? ഇവന്റ് എന്ന് പറഞ്ഞ ടേബിൾ രജിസ്റ്റർ ചെയ്യുക. ഇവന്റ് ഹാവ് ടു ബി ഇമ്പോർട്ടഡ് ഹിയർ. എവിടെയാണ്? ഫ്രം event.models import event. നമുക്ക് ആ ഒരു ഇവന്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ നൗ. ജസ്റ്റ് ഇഫ് യു റീഫ്രഷ് ദ ഡാഷ്ബോർഡ്, ഇവന്റ് എന്ന് പറഞ്ഞ ആപ്പ് വന്നു, അതിനകത്ത് ഇവന്റ് എന്ന് പറഞ്ഞ ടേബിൾ വന്നു. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ ഇവന്റ് ഇസ് ദെയർ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ നൾ ഈക്വൽ ടു ട്രൂ, ബ്ലാങ്ക് ഈക്വൽ ടു ട്രൂ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഇത് ബോൾഡ് അല്ല. സോ ബോൾഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം റിക്വയർഡ് ആണ്. ഫൈൻ. നമ്മളിവിടെ 2-3 എക്സാമ്പിൾസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് മ്യൂസിക്, വി ക്യാൻ ആഡ് ദാറ്റ്. ഇവിടെ ലൈറ്റ് മ്യൂസിക് ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് സം ഡേറ്റ് നമുക്ക് കൊടുക്കാം. കലണ്ടർ എടുക്കുക, ജൂൺ 26. സോ ഐ വിൽ ഗീവ് ജൂൺ 30th. ടൈം എന്ന് പറയുന്നത് മേ ബി 6 AM. നമുക്കൊരു 9 AM കൊടുക്കാം. ഓക്കെ, 9 AM കൊടുത്തു കഴിഞ്ഞാൽ ഇത് 9:30 AM IST സ്റ്റോർ ആകുന്നത്. ഓക്കെ, സോറി, നമ്മൾ 30th കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ PM 21.
നമ്മൾ പറഞ്ഞു തലേദിവസം 30 വൈകിട്ട് ഈ 9:30 വരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ ടൈമുണ്ട്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1 ടൈം എപ്പോഴായിരിക്കും? 9:30 ആയിരിക്കും. 9:30 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. 10:30 പരിപാടി വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, സോ സെയിം ഡേറ്റ് ഞാനിവിടെ സേവ് ചെയ്തു. സേവ് ആൻഡ് ആഡ് അനദർ. The thing event object 1 have been saved. Why it's event object 1? ഇവിടെ ഇവന്റിന്റെ ടേബിൾ എടുത്തപ്പോൾ ഇവന്റ് ഒബ്ജക്ട് 1 എന്ന് എഴുതി കാണിച്ചു. ഇവിടെ യൂസർ എന്ന് പറഞ്ഞപ്പോൾ യൂസർ നെയിം കണ്ടാക്കി അക്ഷരത്തിൽ എഴുതി കാണിച്ചു. ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു സംഭവം? നമുക്ക് ടൈറ്റിലെ പേര് കാണണ്ടേ? കാണിക്കാലോ. ഇവന്റിൽ ഒരു ചെറിയ പരിപാടിയുണ്ട്. ഇവന്റിനെ സ്ട്രിങ് ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ എങ്ങനെ കാണണം എന്നറിയാം. ഇത് ജാങ്കോ അല്ല, പ്യുവർ പൈത്തൺ ആണ്. ഏതൊരു പൈത്തൺ ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ എടുത്ത് സ്ട്രിങ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കാണണം എന്നറിയാൻ $str__ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ആ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യുന്നോ ആ ഫംഗ്ഷൻ അതായിരിക്കും അതിന്റെ സ്ട്രിങ്ങിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ദിസ് ഷുഡ് ബി എ സ്ട്രിങ്. റിട്ടേൺ ചെയ്യുന്ന ഒരു സ്ട്രിങ് ആയിരിക്കണം എന്ന് മാത്രം. സോ ഇഫ് വി ക്യാൻ റീഫ്രഷ് ദാറ്റ്, കണ്ടോ അവിടുത്തെ ടൈറ്റിൽ എന്താണോ ആ ടൈറ്റിലാണ് ഇവിടെ വന്നത്, ലൈറ്റ് മ്യൂസിക്. സോ വി ക്യാൻ ആഡ് അനദർ. ഒന്നുകൂടി ഇവിടെ ഉണ്ടായിരുന്നു. വി ഹാവ് ഗോട്ട് അനദർ നെയിം, റെസിറ്റേഷൻ. ഇറ്റ്സ് മലയാളം റെസിറ്റേഷൻ. കോപ്പി പേസ്റ്റ്. ഇത് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് സെയിം ഡേ സെയിം ടൈം. വേണ്ട, മീൻ 6 PM 19/20/21. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ജൂലൈ 1. നമ്മൾ 10:30 ആയിരുന്നു ഈ ഇവന്റ് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. സോ ഓക്കെ, 9:30 ആയിരുന്നു ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. സോ നമുക്ക് 10:30 ആയിരുന്നു ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. സോ വി ക്യാൻ മേക്ക് ഇറ്റ് 11 to 11:30 to 12. 11 to 12:30. ഓക്കെ, ഡേറ്റ് എന്ന് പറയുന്നത് വി ക്യാൻ മേക്ക് ഇറ്റ് 1 itself. ഓക്കെ, രജിസ്ട്രേഷൻ ഈസ് സേവ്ഡ്. അപ്പം 2 ഇവന്റ് നമ്മൾ സ്റ്റോർ ചെയ്തു. യൂസർ ഒരു ഇവന്റ് സ്റ്റോർ ചെയ്യും. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഫൈൻ. നമുക്കൊരു യൂസറിനെ കൂടെ ഇവിടുന്ന് വേണമെന്നാൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, നമുക്കത് പിന്നീട് ചെയ്യാം. സോ വി ഹാവ് ഗോൺ ത്രൂ ജാങ്കോ അഡ്മിനിസ്ട്രേഷൻ. ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ഇവന്റ് എന്ന പേര് പറഞ്ഞ് ക്ലാസ് നെയിം കൊടുത്തു. ഇവിടെ ഇവന്റ്സ് എന്ന് പറഞ്ഞ പേര് അതല്ല അവിടെ. അതുകൊണ്ടാണ് പറഞ്ഞത് മോഡൽ എപ്പോഴും സിംഗുലർ നെയിം വേണം കൊടുക്കാൻ. ഇതിന്റെ പ്ലൂറൽ നെയിം ഗസ് ചെയ്തിട്ട് ഇവിടെ പ്ലൂറൽ നെയിം ആയിട്ടായിരിക്കും ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ജാങ്കോ തന്നെ അത് കൊടുത്തോളും. ഫൈൻ. പ്ലൂറൽ നെയിം കൊടുക്കേണ്ടത് പ്ലൂറൽ നെയിം കൊടുക്കും. ഓക്കെ, അത് ഇന്ന് കരുതി എല്ലായിടത്തും കൊടുക്കുന്നല്ല. ഇപ്പം നമുക്ക് സപ്പോസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്ലാസിന്റെ പ്ലൂറൽ നെയിം എന്ന് പറയുന്നത് ചിലപ്പം ജസ്റ്റ് ഒരു അവസാനം ഒരു SC ചേർത്താൽ കിട്ടുന്നതായിരിക്കില്ല. സോ വി ഹാവ് ടു കസ്റ്റമൈസ് ദാറ്റ് സംഭവം. ഓക്കെ, അപ്പം ജാങ്കോയുടെ മിക്ക ക്ലാസ്സിലും ഒരു ക്ലാസ് മെറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലാസ് മെറ്റയ്ക്കകത്ത് വെർബോസ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസിന്റെ പേര് എന്താണ് കൊടുക്കേണ്ടത്, ഈ ക്ലാസിന്റെ പേര്, അതായത് സ്ട്രിങ് ഇവന്റ് എന്ന് പറയുന്ന ഈ പേരിന് വരെ ഇവിടെ എന്താണ് കൊടുക്കേണ്ടത് നമുക്ക് വെർബോസ് നെയിം കൊടുക്കാം. അത് പ്ലൂറൽ ആവുന്ന സമയത്ത് എന്ത് വേണം കൊടുക്കാനെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മെറ്റയ്ക്കകത്ത് കൊടുക്കാം. മെറ്റ ഇത് രണ്ടും കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മെറ്റ ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഐ ജസ്റ്റ് ഹാവ് ഇൻട്രൊഡ്യൂസ് ടു മെറ്റ ക്ലാസ്. ഒരു മോഡലിലെ മെറ്റ ക്ലാസ്സിലോട്ട് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രം. സോ ദിസ് ഇസ് എ ബേസിക് മോഡൽ ക്ലാസ്. ഞാനൊരു ക്ലാസ് അവിടെ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്, നമ്മുടെ രജിസ്ട്രേഷന് വേണ്ടിയുള്ളൊരു ക്ലാസ്. ഓക്കെ, ക്ലാസ് വേണ്ടി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ID എന്ന് പറഞ്ഞ ഫീൽഡ് അവർ എടുത്തോളും. വാട്ട് ആർ വി ഹാവ് ടു വി നീഡ് ദർ ഇവന്റ് ID യും
user ID, position point. We have to need we need four things. Event. Event ഐഡിക്ക് വരാൻ ഞാൻ ഇവന്റ് എന്നാണ് കൊടുക്കുന്നത്. കാരണം ഇവിടെ ജാങ്കോയിൽ ഇത് പോയിന്റ് ചെയ്യാൻ നോക്കുന്ന ഒരു ഒബ്ജക്റ്റിലോട്ടാണ്, ഒരു ഇവന്റ് ഒബ്ജക്റ്റിലോട്ടാണ്. സോ ഇവന്റ് ഐ ഡി എന്ന് കൊടുക്കണ്ട. ഇവന്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് ഓട്ടോമാറ്റിക്കലി അവിടെ ക്രിയേറ്റ് ആയിക്കോളും. യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ദാറ്റ്. ഇവന്റ് എന്ന് കൊടുക്കുക. മോഡൽ ഡോട്ട് ഫോറിൻ കീ. ഏത് മോഡലോട്ടാണ് ഇത് പോയിന്റ് ചെയ്യേണ്ടത്? ഇവന്റ് എന്ന് പറഞ്ഞ മോഡലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. സപ്പോസ് എന്തെങ്കിലും കാരണവശാൽ ഈ ഇവന്റ് എന്ന് പറഞ്ഞ മോഡൽ അല്ല ആ ഒരു ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഈ രജിസ്ട്രേഷൻ ടേബിൾ എന്ത് സംഭവിക്കണം? ഓക്കെ, ഇപ്പം നമുക്ക് ഓൾറെഡി ലൈറ്റ് മ്യൂസിക് ഉണ്ട്. ലൈറ്റ് മ്യൂസിക്കിനെ നമ്മൾ ഇവിടുന്ന് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസ് പ്രഖ്യാപിച്ച് നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ്. അതിനുശേഷം ആരും വന്നിട്ട് ലൈറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞ ടേബിൾ റോ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത പരിപാടിക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഒന്നുമില്ലാത്ത പരിപാടിക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എന്ത് ചെയ്യും, വേറെ എങ്ങനെയും മാനേജ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടുന്ന് ഞാൻ ഒരു ഇവന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ രജിസ്ട്രേഷൻസ് എല്ലാം വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഇവന്റ് എന്ന് പറയുന്ന സാധനം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളിവിടെ മസ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. സോ ബൈ ഡിഫോൾട്ട് നിങ്ങൾ വലുതായിട്ടൊന്നും ബോധർ ചെയ്യേണ്ട. you can give models.cascade. കാസ്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഡിലീറ്റ് ആയി പോകും. അതിന് ആ ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രജിസ്ട്രേഷനെല്ലാം ഡിലീറ്റ് ആയി പോകും. ഫൈൻ. ഓക്കെ, ഇനി സെക്കൻഡ് രജിസ്ട്രേഷനിന് വേണ്ടിയത് യൂസറാണ്. യൂസർ ഇസ് ഈക്വൽ ടു models.foreign key. ഇവിടെ കൊടുക്കേണ്ടത് യൂസർ ഒബ്ജക്റ്റ് ആണ് അല്ലേ? ഹൗ വി ഷുഡ് ഗീവ് യൂസർ ഒബ്ജക്റ്റ്? വി ഹാവ് 3 ഓപ്ഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ആ യൂസർ ഫ്രം ജാങ്കോ ഡോട്ട് കോൺട്രിബ് ഡോട്ട് ഓത്ത് ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് യൂസർ. ഇതാണ് യൂസർ ടേബിൾ. ഒന്നുകിൽ നമുക്ക് ഈ യൂസറിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, സെയിം ഓൺ ഡിലീറ്റ് മോഡൽസ് ഡോട്ട് കാസ്കേഡ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഫൈൻ. പക്ഷേ ഇതൊരു ശരിയായിട്ടുള്ള രീതിയല്ല. ഓക്കെ, കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ചില സമയത്ത് ഞങ്ങൾക്ക് യൂസർ എന്ന ടേബിളിനെ കസ്റ്റമൈസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ജാങ്കോയിൽ ബിൽട്ടിൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ആ യൂസറിനെ പുറത്തെടുക്കേണ്ടി വരും. കോംപ്ലിക്കേഷൻ വിട്ടേക്ക് പുറത്തെടുക്കേണ്ടി വരും. പുറത്തെടുക്കുന്ന സമയത്ത് നമ്മൾ പുറത്തെവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അവിടെയായിരുന്നായിരിക്കും യൂസറിനെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരിക. സോ സംഹൗ എവിടുന്നാണെങ്കിലും നമ്മൾ യൂസർ മോഡൽ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സാധനമാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം അത് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജാങ്കോയ്ക്ക് ഡിഫോൾട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓത്ത് യൂസർ മോഡൽ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ വെറുതെ വിളിച്ചു കഴിഞ്ഞാൽ ഓത്ത് യൂസർ മോഡൽ അല്ലേ, ഓത്ത് യൂസർ മോഡലല്ല, ജസ്റ്റ് സെക്കൻഡ്. കോൺട്രിബ്യൂട്ടിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, യൂസർക്ക് ഒരു യൂസർ okay, we have a function there. Auth user model എന്നാണെന്ന് തോന്നുന്നു. ഞാൻ I will refer that inside.